ശരണം. എല്ലാവർക്കും ഇന്നത്തെ സനാതനധർമ്മം എന്ന ഈ സെഗ്മെൻറ്റിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ മണിമണ്ഡപത്തെ പറ്റിയാണ് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. മണിമണ്ഡപം വളരെയേറെ പ്രാധാന്യമുള്ളതും വളരെ പഴക്കവുമുള്ള ഒരു സ്ഥലമാണ് ശബരിമലയെ സംബന്ധിച്ച്. മാളികപ്പുറത്തമ്മയുടെ സമീപത്താണ് മണിമണ്ഡപം സ്ഥിതി ചെയ്യുന്നത്. ശബരിമലയിലേക്ക് പോയ എല്ലാവർക്കും അതറിയാം. ഈ അയ്യപ്പസ്വാമി തപസ് ചെയ്തു, ഒടുവിൽ ധർമ്മശാസ്താവുമായിട്ട് ലയനം പ്രാപിച്ചു എന്ന് പലയിടത്തുനിന്നും കേട്ടിട്ടുണ്ട്. ഞാൻ തന്നെ അത് പല ആവർത്തി ഇവിടെ പറഞ്ഞു. പക്ഷേ അത് എവിടെ ഇരുന്നാണ് ലയിച്ചത് എന്നുള്ളതിൻ്റെ ഉത്തരമാണ് മണിമണ്ഡപം. മണിമണ്ഡപത്തിൽ ദീർഘനാളുകൾ തപസ് ചെയ്ത് ഉപാസനയിലൂടെ തൻ്റെ തപശക്തിയിലൂടെ ഒരു സമാധി എന്ന് പറയുന്ന ഒരു അവസ്ഥയിലെത്തുകയും ഒടുവിൽ ധർമ്മശാസ്താവുമായിട്ട് ലയിക്കുകയാണ് ഉണ്ടായത്. അതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാം മണിമണ്ഡപത്തിൻ്റെ പ്രസക്തി. ഏതൊരു സ്ഥലമാണേലും ഒരു യോഗിവര്യനായിട്ടുള്ള ഒരാൾ തപസ് ചെയ്യുമ്പോൾ ആ ഒരു സ്ഥലത്തിന് ഒരു പ്രത്യേക വൈബ്രേഷൻ ഉണ്ടാവും. ഈ ധ്യാനം പോലുള്ള അവസ്ഥയിലെത്തുമ്പോൾ ചെയ്യുന്ന വ്യക്തിയുടെയും തലച്ചോറിലെ ഒക്കെ തരംഗങ്ങൾക്ക് പല പല വ്യതിയാനങ്ങൾ സംഭവിക്കുകയും തന്നിലുണ്ടാവുന്ന മാറ്റങ്ങൾക്ക് പുറമേ ആ ശരീരത്തും ആ ചുറ്റുവട്ടത്തും ഒക്കെ സമീപത്തും ഒക്കെ പല പല വ്യത്യാസങ്ങൾ ഉണ്ടാകും. അതുകൊണ്ട് തന്നെ ആ ഒരു പ്രത്യേക ഊർജ കേന്ദ്രമാണ് മണിമണ്ഡപം. അത് അങ്ങനെ അടച്ചിട്ടേക്ക് തന്നെയാണ്. ഒരു പ്രത്യേക കാലഘട്ടത്തിൽ മാത്രമേ അവിടെ ചില ആചാരങ്ങൾ നടന്നു വരാറുള്ളൂ. ഈ ഒരു ഊർജം പന്തളം രാജാവിനും ലഭിക്കണമെന്നുള്ളത് കൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ വാസസ്ഥലവും ഇതിനടുത്ത് തന്നെ വെച്ചിരിക്കുന്നത്. അതിപ്പോഴും അവിടെ തന്നെയാണ് വെച്ചിരിക്കുന്നത്. പിന്നെ ഈ ഒരു മണ്ഡലം മകരവിളക്ക് മഹോത്സവ കാലഘട്ടത്തിലാണ്, മകരവിളക്ക് കഴിഞ്ഞതിന് ശേഷമാണ് ഈ മണിമണ്ഡപത്തിലെ ചടങ്ങുകളൊക്കെ ആരംഭിക്കുന്നത്. അത്രയും കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഇവിടെ ചടങ്ങുകൾ നടക്കുകയുള്ളൂ. ബാക്കി സമയമൊക്കെ അടച്ചിട്ടേക്കുകയാണ്. ഇവിടെ കളമെഴുത്തും പാട്ടും അതിന് നിയോഗിക്കപ്പെട്ട പാരമ്പര്യ അവകാശികൾ തന്നെ ഇപ്പോഴും ഉണ്ട്. റാന്നിയിലുള്ള കുറുപ്പന്മാരാണ്, അവരാണ് അതിപ്പോഴും നടത്തിക്കൊണ്ടുവരുന്നത്. ഈ ഇവിടെ നിന്നാണ് ഒരു എഴുന്നള്ളത്തും ഉള്ളത്. ശബരിമലയെ പ്രദക്ഷിണം വെച്ചുകൊണ്ടുള്ള, അല്ലെങ്കിൽ ആ സന്നിധാനം പ്രദക്ഷിണം വെച്ചുകൊണ്ടുള്ള ഒരു എഴുന്നള്ളത്ത് ഈ മണിമണ്ഡപത്തിൻ്റെ ഈ ഭാഗത്തു നിന്നാണ് ആരംഭിക്കുന്നത്. അയ്യപ്പസ്വാമിയുടെ എഴുന്നള്ളത്ത് തന്നെയാണത്. മണിമണ്ഡപത്തിൽ ഇപ്പോൾ നമ്മൾ കണ്ടുവരുന്നുണ്ട്, പല ഭക്തജനങ്ങളും അവിടെ മണി കെട്ടുകയും ഭസ്മം സമർപ്പിക്കുകയൊക്കെ ചെയ്യാറുണ്ട്. പണ്ടുകാലത്ത് പ്രത്യേകമായിട്ടുള്ള ഒരു ആചരണവിധി അവിടെ പറഞ്ഞിട്ടില്ല. പക്ഷേ എന്നിരുന്നാലും ഈ പറഞ്ഞ പോലെ ഭസ്മം സമർപ്പിക്കുകയൊക്കെ ഉള്ളത് ഓരോരുത്തരുടെ വഴിപാടായിട്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഈ മണിമണ്ഡപത്തിൽ ഒരു തെറ്റിദ്ധാരണ എന്ന് പറയുന്ന ഒരു അയ്യപ്പസ്വാമിയുടെ ജീവസമാധിയാണ് മണിമണ്ഡപം എന്ന് ഒരു പരക്കെ ഒരു പ്രചരണമുണ്ട്. ശരിക്ക് അയ്യപ്പസ്വാമി ധ്യാനത്തിലിരുന്ന് സമാധി എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്കാണ് എത്തിയത്. സമാധി എന്ന് പറയുന്നത് ഒരവസ്ഥയാണ്, മുൻപേ പറഞ്ഞതുപോലെ. ജീവസമാധി എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ശാരീരികമായിട്ടുള്ള ഒരു സാന്നിധ്യം കൂടെ, ഒരു ഫിസിക്കൽ പ്രസൻസ് കൂടെ വേണം. പക്ഷെ അത് നമുക്കെല്ലാവർക്കും അറിയാം, അങ്ങനെ ഒരു സാന്നിധ്യമല്ല അവിടെ ഉള്ളത്. മറിച്ച് അയ്യപ്പസ്വാമി ധാരാളം തപസ് ചെയ്ത ഒരിടം, ധ്യാനിച്ച ഒരിടം എന്ന നിലയ്ക്ക്, ധ്യാനിച്ച് സമാധിയിലെത്തിയ ഒരു ഇടം എന്ന നിലയ്ക്ക് ജീവസമാധി എന്ന് നമുക്കതിനെ പറഞ്ഞുകൂടാ. പക്ഷേ സമാധി, അല്ലെങ്കിൽ അവിടെ ഇരുന്നുകൊണ്ടാണ് ശരിക്കും ഒരു ലയനം പ്രാപിച്ചതും. അത് വ്യക്തമായ ഒരു ഉത്തരം പറയാൻ കഴിയില്ല. പക്ഷേ എന്തെങ്കിലും ഒരു കാരണം കൊണ്ടാവാം ഈ ഒരു പ്രത്യേക ഒരു സ്ഥലം തിരഞ്ഞെടുക്കാനൊക്കെ ഇടയുണ്ടായത്. ഒരു അയ്യപ്പസ്വാമിയുടെ ഒരു കാലഘട്ടം പരിശോധിക്കുകയാണെങ്കിൽ ഏകദേശം 1000 വർഷത്തിനടുത്തുള്ള ഒരു കാലഘട്ടമാണ്. അപ്പോൾ മുതലാണ് ഈ ഒരു മണിമണ്ഡപം വരുന്നതും. അപ്പം ഈ ഒരു പ്രത്യേക സ്ഥലം, ക്ഷേത്രത്തിൽ നിന്ന് മാറി ഈ ഒരു പ്രത്യേക സ്ഥലമൊക്കെ തിരഞ്ഞെടുത്തതിനും അദ്ദേഹത്തിൻ്റെതായ കാരണങ്ങളുണ്ടാകാം. എന്നിരുന്നാലും ആ ഒരു ഊർജ്ജവലയം അതിന്നും അതുപോലെ സംരക്ഷിച്ചു പോകുന്നു. അതുകൊണ്ടാണ് അത് അടച്ചിടുന്നതും. അതിൻ്റെ ആ ഒരു നിശബ്ദതയും ശാന്തതയും എപ്പോഴും കൊണ്ടു നടക്കണം, അല്ലെങ്കിൽ അതെപ്പോഴും അതിൻ്റെ കൂടെ ഉണ്ടാവണം. മറ്റ് മാലിന്യങ്ങളൊന്നും അവിടെ വന്നു ചേർന്നുകൂടാ എന്നുള്ളത് കൊണ്ടാണ് അത് അടച്ചിടുന്നതും മറ്റ് പ്രത്യേക ആചരണങ്ങളൊന്നും അവിടെ ഇല്ലാത്തതും. അതിൻ്റെ ഒരു പരിപാവനത കാത്തു സൂക്ഷിക്കുക എന്നുള്ള ഉദ്ദേശത്തിലാണ്. പക്ഷേ
പിന്നെ കാലക്രമത്തിൽ പല ഭക്തജനങ്ങളും വഴിപാടുകളൊക്കെ അവിടെ സമർപ്പിക്കാറുണ്ട്. ഇപ്പോൾ ഭസ്മം അല്ലെങ്കിൽ ചിലർ മണി കെട്ടാറുണ്ട്. ഇത്തരം കാര്യങ്ങളൊക്കെ അവിടെ നടത്തി വരാറുണ്ട്. ഇതൊരു പരമ്പരാഗതമായിട്ടുള്ള ആചരണത്തിൻ്റെ വിധിയാണെന്ന് ചോദിച്ചാൽ അല്ല. പക്ഷേ എന്നിരുന്നാലും ഓരോരുത്തരുടെ വിശ്വാസം അനുസരിച്ച് ഇത്തരം കാര്യങ്ങളൊക്കെ ഇപ്പോഴും നടന്നു വരാറുണ്ട് അവിടെ. സന്നിധാനത്തുള്ളതുപോലെ തന്നെ സന്നിധാനത്തും 18-ാം പടിയുടെ ഭാഗത്തുമൊക്കെ ഉള്ളതുപോലെ തന്നെ മണിമണ്ഡപത്തിൻ്റെ അടിയിലും ഒരു ശ്രീചക്രം പ്രതിഷ്ഠിച്ചതായി ധാരാളം പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പം അതൊക്കെ കൊണ്ട് തന്നെ ഈ മണിമണ്ഡപത്തിൻ്റെ ഒരു പ്രസക്തിയും അവിടുത്തെ ഒരു ശക്തിയുമൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇത്രയുമൊക്കെ പറഞ്ഞുകൊണ്ട് ഈ മണിമണ്ഡപത്തെ പറ്റിയുള്ള ഒരു വിവരണം ഇവിടെ അവസാനിപ്പിക്കുന്നു. മറ്റൊരു വിഷയവുമായിട്ട് അടുത്ത ദിവസം കാണാം. നന്ദി.